ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സാണ് എടുത്തു വരുന്നത്. ഇതുവരെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും ചെയ്യുക. കാരണം കാണുന്നവരുടെ റെസ്പോൺസ് ആണല്ലോ ഇതുപോലുള്ള വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പണവും സമ്പദ് വ്യവസ്ഥയും. അപ്പം ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പിന്നെ നമ്മുടെ RBIനെ കുറിച്ചും ബാങ്ക് റേറ്റുകളെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എത്രയൊക്കെ കൈമാറ്റങ്ങളാണ് ദിനംപ്രതി നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തികൾ, ഉൽപാദന യൂണിറ്റുകൾ എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത്തരം കൈമാറ്റങ്ങൾ സുഗമമായത് പണത്തിൻ്റെ ആവിർഭാവത്തോടെയാണ്. ഈ പണമൊക്കെ അതൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ബാർട്ടർ സമ്പ്രദായമായിരുന്നു അല്ലേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പണത്തിൻ്റെ ഒക്കെ ആവിർഭാവത്തോടു കൂടെ എന്താ പറയുന്നത്, സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ കൈമാറ്റം സുഖകരമായി എന്നാണ് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കാവുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും വിശേഷീകരണം സാധ്യമാക്കിയതും പണമാണ്. ഉദാഹരണത്തിന്, റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നതുകൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നതും കൊണ്ടാണ്. പണത്തിൻ്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും പണമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. സത്യമാണല്ലേ? പണമില്ലാത്തൊരു സമ്പദ് വ്യവസ്ഥ നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല. കാരണം എല്ലാത്തിനും എന്ത് വേണം? പണം ആവശ്യമാണ്. കാരണം ഉപഭോക്താക്കൾ, ഉൽപ്പാദകർ, വിതരണക്കാർ എന്നീ തലങ്ങളിൽ പണം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ്. പണത്തിൻ്റെ ധർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടി പറയാണ്, അമ്മ തന്ന പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരന് ഒരു ജന്മദിന സമ്മാനം വാങ്ങി. പിന്നെ വേറൊരു പെൺകുട്ടി പറയുന്നു, അച്ഛാ, ഞാൻ ഇന്ന് വാങ്ങിയ പേനയുടെ വില 10 രൂപയും പെൻസിലിൻ്റെ വില 7 രൂപയുമാണ്. അതായത് പണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. പണം സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഇടപെടലുകൾ നടത്തുമെന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും സമ്പാദ്യം, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വെക്കുന്നതിനും വായ്പ നൽകുന്നതിനും കടം വാങ്ങുന്നതിനും പണം സഹായിക്കുന്നു. അപ്പോൾ പണം കൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സാധനം വാങ്ങാനും വിൽക്കാനും പിന്നെ ആസ്തി എന്നിവയുടെയൊക്കെ മൂല്യം ശേഖരിച്ചു വെക്കുന്നതിനൊക്കത്തിനും എന്ത് വേണം? പണം വേണമെന്നാണ്, പണം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങൾ. വിനിമയ ഉപാധി. സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും. ഉദാഹരണത്തിന്, അധ്വാനം പ്രദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനും സാധിക്കുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് പണത്തിൻ്റെ പങ്ക് നിർണായകമാണ്. അപ്പോൾ പണം എന്താണ്? ഒരു വിനിമയ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവിൻ്റെ മൂല്യവുമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല. പണം 2 വസ്തുക്കളുടെ മൂല്യങ്ങളുടെ താരതമ്യം എളുപ്പമാക്കി. വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ്. നമ്മുടെ പണം വരുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഈ ബാർട്ടർ സമ്പ്രദായത്തിൽ എന്താണ്, ഒരാളുടെ കയ്യിലിപ്പോൾ ചക്കയും മറ്റൊരാളുടെ കയ്യിലിപ്പോൾ മാങ്ങയാണ് ഉള്ളതെങ്കിൽ ശരിക്കും ചക്ക കൊടുക്കുന്ന ആൾക്ക് മാങ്ങയുടെ ആവശ്യമില്ലെങ്കിൽ കൂടെ എന്താണ്, അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളത് വിനിമയം ചെയ്യുകയാണ്. പക്ഷെ പണം വന്നതോടെ എന്തായി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പണം വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ബാർട്ടർ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവിൻ്റെ മൂല്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ എളുപ്പമല്ലായിരുന്നു, അങ്ങനെ മൂല്യം താരതമ്യം ചെയ്യാൻ. പക്ഷെ പണത്തിനാണെങ്കിൽ അത് സാധിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റ് വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. പണത്തിൻ്റെ മൂല്യം എന്നത് അതിൻ്റെ വാങ്ങൽ ശേഷിയാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുകയും വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുകയും ചെയ്യുന്നു. അടുത്ത പണത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൂല്യശേഖര ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാൻ കഴിയുമെന്നായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. ബാർട്ടർ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഭാവിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഉപാധി. ആധുനിക കാലത്ത് പല വ്യാപാരങ്ങളും നടക്കുന്നത് പണമിടപാട് തീർക്കുന്നതിനുള്ള സാവകാശം ലഭിക്കുന്നു എന്നതുകൊണ്ടാണ്. നിലവിലെ സാധന സേവന കൈമാറ്റങ്ങളുടെ പണമിടപാടുകൾ പിന്നീട് തീർക്കാമെന്നത് പൊതുവെ ഉപഭോക്താക്കളും വിൽപ്പനക്കാരും അംഗീകരിക്കാറുണ്ട്. വായ്പ കൊടുക്കുന്നതിൻ്റെയും വായ്പ വാങ്ങുന്നതിൻ്റെയും മൂല്യം പണത്തിൽ അളക്കുന്നത് സാധ്യമാണ്. ഇത് ഹ്രസ്വകാല ദീർഘകാല വ്യാപാര ഇടപാടുകൾക്ക് ഏറെ സഹായകമാണ്. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതും പണമാണ്. ഇതെങ്ങനെയാണ് എന്നതിൻ്റെ ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണല്ലോ നെല്ലുൽപാദനം. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് നെല്ലുൽപാദനം. നെല്ലുൽപാദിപ്പിക്കുന്ന കർഷകർക്ക് രാസവളങ്ങൾ, വിത്തിനങ്ങൾ, കീടനാശിനികൾ, യന്ത്രസാമഗ്രികൾ, തൊഴിലാളികൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം. കർഷകർ വളം, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയിലെ ഉൽപ്പാദകരുടെ വരുമാന മാർഗമായി തീരുന്നു. ഉൽപ്പാദിപ്പിച്ച നെല്ല് വിപണിയിലെത്തിക്കാൻ ഗതാഗത സൗകര്യത്തെ ആശ്രയിക്കുമ്പോൾ അത് സേവനദാതാക്കളുടെ വരുമാന മാർഗമായി തീരുന്നു. ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ. അതായത് നമ്മൾ പ്രാഥമിക മേഖലയ്ക്ക് വേണ്ടിയിട്ട്, പ്രാഥമിക മേഖലയിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, കൃഷിയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കുന്നെങ്കിൽ അതിലെ യന്ത്രങ്ങളും വിത്തിനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പണം ചിലവാക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയിലെ ഒരു വരുമാന മാർഗമായിട്ട് തീരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം വ്യാവസായിക മേഖലയിലാണല്ലോ ഇതുപോലുള്ള യന്ത്രങ്ങളും അതൊക്കെ വെച്ച് ഉൽപ്പാദനം നടത്തുന്നത്. അപ്പോൾ അത് ആ ഒരു മേഖലയിൽ വരുമാന മാർഗമായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവസായ മേഖലയ്ക്കും സേവന മേഖലയ്ക്കും വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങളും വർദ്ധിക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 100 രൂപയെ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ മൂല്യം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഓരോ സാധനങ്ങൾ വാങ്ങുന്നതിനനുസരിച്ച്. അതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നത് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം എന്ന് പറയുന്നത് പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം. അപ്പോൾ ഇങ്ങനെ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടുന്നത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കൂടണം, കാരണം സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നാണ്. പണത്തിൻ്റെ ചാക്രിക പ്രവേഗം കുറയുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നതിന് സൂചിപ്പിക്കുന്നു. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കൂടുതൽ പണം ചെലവഴിക്കാൻ സാഹചര്യമുള്ളപ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും കുറച്ച് പണം മാത്രമേ ചെലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. പണമിടപാടുകൾ സുഗമമാക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ബാങ്കിങ് സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം ഏതാണ്? ഈ പണത്തിൻ്റെ എല്ലാം അധികാരി ആരായിരിക്കും? ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി.
അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ കേന്ദ്ര ബാങ്ക് RBI ആണ് അല്ലേ. അതുപോലെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ കേന്ദ്ര ബാങ്കുകൾ ഉണ്ടായിരിക്കും. ആ ബാങ്കുകളാണ് ആ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ എല്ലാം അന്തിമ അധികാരി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായി. ഒന്ന് ഓർത്തു വെക്കേ, കൊൽക്കത്തയിലാണ് ഇത് സ്ഥാപിതമായത്. അത് 1937 കൊൽക്കത്തയിൽ നിന്ന് എന്താക്കി, നമ്മുടെ മുംബൈയിലേക്ക് എന്താണ് അതിൻ്റെ ആസ്ഥാനം മാറ്റി. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1934 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് RBI രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ 1935 കൊൽക്കത്തയെ ആസ്ഥാനമാക്കി RBI നിലവിൽ വന്നു. 35 നിലവിൽ വന്നു. ഏത് മാസം? ഏപ്രിൽ 1 നിലവിൽ വന്നു. അത് കഴിഞ്ഞ് 1937 അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റി. അപ്പോൾ ഈ 3 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 34 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് അത് രൂപീകൃതമാവുന്നത്. എന്നാണ് എന്നിട്ട് രൂപീകൃതമായത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1935 ഏപ്രിൽ 1. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക്. അപ്പോൾ ഇപ്പം കറൻ്റ്ലി ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ നമുക്കറിയാലേ, മുംബൈയിലാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, 1949 RBI ദേശസാൽക്കരിക്കപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. ഇനി റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 രൂപ നോട്ടും രണ്ടാമത്തെ RBIയുടെ ചുമതലയാണ് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ആപ്തഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പം നമുക്കറിയാലേ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള അത്യാവശ്യം ഉള്ള ബാങ്കുകളൊന്നും അത്ര പെട്ടെന്ന് തകർന്നു പോകില്ല. കാരണം എന്താണ്, അവർക്കൊരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ആരുണ്ട്? നമ്മുടെ RBI ഉണ്ട്. അവർക്ക് വായ്പയായിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ കൊടുക്കാനും RBI ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, ബാങ്കുകളുടെ ബാങ്കായിട്ട് RBI പ്രവർത്തിക്കുന്നു എന്നുള്ള പറയുന്നത്. ഇനി മൂന്നാമത്തെ പറഞ്ഞത് പണത്തിൻ്റെ അളവും വായ്പയും നിയന്ത്രിക്കുന്നു. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. ഇപ്പം എൻ്റെ ഒരു കേസിലൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ പണ ചുരുക്കമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കും, എന്നാൽ പിന്നെ ഇവർക്ക് കുറേ പണം അച്ചടിച്ചിറക്കിയാൽ പോരെ, എന്നാൽ പിന്നെ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ രാജ്യത്ത് കുറേ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിപണിയിൽ ഉണ്ടാകണം. അതില്ലാത്ത പക്ഷം ഈ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വെറും വേസ്റ്റാണ്. പണത്തിന് മൂല്യം ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ നിലവിലില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും എന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. അതായത് സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അതിന് ആവശ്യക്കാർ കൂടുതലും ആവുകയാണെങ്കിൽ സാധനങ്ങൾക്ക് വില കൂടാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു അവസ്ഥയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ കുറേ പണം ഉണ്ട്, പക്ഷെ വാങ്ങിക്കാൻ മാത്രമുള്ള സാധനങ്ങളില്ല. അതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, അതിനെയാണ് MOSP കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണിത് തയ്യാറാക്കുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO ഇതിനു മുന്നേ അറിയപ്പെട്ടിരുന്നത് CSO എന്നായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നത് ഉപഭോക്തൃ വില സൂചിക ഉപയോഗിച്ചാണ്. ഇത് തയ്യാറാക്കുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള NSO ആണ് ഇത് തയ്യാറാക്കുന്നത്. ഈ NSOൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കണേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസാണ്. ഇതൊരു എക്സാമിൻ്റെ സമയത്ത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിൻ്റെ മറ്റു രൂപങ്ങളും ഉപയോഗപ്പെട്ടിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിച്ചിറക്കാൻ അനുമതി നൽകിയത്. അപ്പം 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം. 1906 കോയിനേജ് ആക്ട് ഓർത്തു വെക്കണം. 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നതിനാലാണ് 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, RBI ആണ് ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നുണ്ട്. ആ അധികാരം അവർക്ക് കിട്ടിയിട്ടുള്ളത് 1906 അതുപോലെ 2011 കോയിനേജ് ആക്ട് പ്രകാരം. ആ ഒരു അധികാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അത് അവരിങ്ങനെ ഒരു നോട്ടൊക്കെ അച്ചടിച്ചിറക്കുന്നത്. 1 രൂപ നോട്ടും നാണയങ്ങളും. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിൻ്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാവുകയും സാമ്പത്തിക വളർച്ച, ഉൽപ്പാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രദാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പണപ്രദാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ മൊത്തമുള്ള പണത്തിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പൊതുജനങ്ങളുടെ കൈവശമുള്ളതും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ ശേഖരിച്ചിട്ടുള്ളതുമുള്ള പണവും ചേർന്നതായിരിക്കില്ലേ അത്? റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിൻ്റെ അളവിനെ കാണുന്നത് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലായാണ്. അവ ഓരോന്ന് എന്താണെന്ന് നോക്കാം. M1 എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. എന്തൊക്കെ പറയുന്നത്? പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപമാണ് M1. M2 അറിയുന്നത് ഈ പറഞ്ഞ M1ഉം പോസ്റ്റ് ഓഫീസ് സേവിങ്ങിലെ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. M3 എന്ന് പറയുന്നത് M1ഉം വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപവും. M4 എന്ന് പറയുന്നത് M3, അതായത് ഈ M1 പ്ലസ് വാണിജ്യ ബാങ്കുകളിലെ അറ്റസ്ഥിര നിക്ഷേപം പ്ലസ് പോസ്റ്റ് ഓഫീസിലെ മൊത്ത നിക്ഷേപം, അതായത് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളത്. ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണമെന്നും M3, M4 എന്നത് വിശാല പണമെന്നും അറിയപ്പെടുന്നു. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രദാനം വർദ്ധിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ഇത് നിയന്ത്രിക്കേണ്ടതാണ്. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്നതാണ് അളവുപരമായ ഉപാധികളും പിന്നെ എന്താണ് ഗുണപരമായ ഉപാധികളും. അതിൽ അളവുപരമായ ഉപാധികളിൽ ഏതൊക്കെ പെടുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം, അതുപോലെ റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഗുണപരമായ ഉപാധികളാണ് മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ. ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നേ റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയാം. റിപ്പോ നിരക്ക് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ വാണിജ്യ ബാങ്കുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള വാണിജ്യ ബാങ്കുകൾക്കൊക്കെ ഒരു സാമ്പത്തിക പ്രശ്നമൊക്കെ വരുമ്പോൾ അവരെന്താക്കും, ഈ പറയുന്ന RBIയിൽ നിന്നൊക്കെ
ലോൺ എടുക്കും, വായ്പ എടുക്കും. ആ സമയത്ത് RBI അവർക്ക് മേലിൽ ചുമത്തുന്ന നിരക്കാണ്, പലിശ നിരക്കാണ് എന്ത് പറയുന്നത്, റിപ്പോ നിരക്ക്. അപ്പോൾ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് നേരെ ഓപ്പോസിറ്റ്. RBI വാണിജ്യ ബാങ്കുകളിൽ നിന്നും പൈസ സ്വീകരിക്കുമ്പോൾ ചുമത്തുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഉദാഹരണത്തിന് പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്ന് ഇരിക്കട്ടെ. റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ RBI വർധനവ് വരുത്തുന്നു. നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കണം, പണപ്പെരുപ്പ സമയത്ത് RBI എന്താ ചെയ്യുക, എല്ലാ നിരക്കുകളും ഉയർത്തുകയാണ് ചെയ്യുക. റിപ്പോ നിരക്ക് ആയിക്കോട്ടെ, റിവേഴ്സ് റിപ്പോ ആയിക്കോട്ടെ, MSF ആയിക്കോട്ടെ, CRR ആയിക്കോട്ടെ, അങ്ങനെ പറയുന്ന എല്ലാ നിരക്കും ഉയർത്തുകയാണ് ചെയ്യുക. ഒരു കൺഫ്യൂഷൻ വരും, റിവേഴ്സ് റിപ്പോ നിരക്ക് ഉയർത്തുമോ എന്നുള്ളത്. അതും ഉയർത്തും കേട്ടോ. അതിനുള്ള റീസൺ നമുക്ക് പറയാം. RBI നിരക്കുകൾ മാറ്റം വരുത്തുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നു. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിൻ്റെ അളവ് കുറയുന്നു. അതായത് ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളൊരു സാധാരണ ആളുകൾ ബാങ്കിൽ എപ്പോഴാണ് അപ്രോച്ച് ചെയ്യുക, നമ്മുടെ കയ്യിൽ പൈസയുടെ ലഭ്യത കുറവാകുമ്പോഴാണ് നമ്മൾ ബാങ്കിൽ അപ്രോച്ച് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ബാങ്കിൽ നിന്ന് പൈസ കിട്ടും. അതേ സ്ഥാനത്ത് ബാങ്കുകളിൽ തന്നെ പൈസ കുറവുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യുക, ബാങ്ക് റേറ്റ് കൂട്ടുക ചെയ്യുക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, ഒന്നുകൂടെ പറയാം. ഇപ്പോൾ പണപ്പെരുപ്പം എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പണപ്പെരുപ്പമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ. അപ്പോൾ എന്താണ്, എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. ബാങ്കുകളിൽ എന്തായിരിക്കും, പണം ഉണ്ടാവും. ബാങ്കുകളിൽ എങ്ങനെ പണം കിട്ടുന്നത്, സാധാരണ ജനങ്ങൾ അവരുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും, ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടൊക്കെ വെക്കും. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചും പണമുണ്ട്, സാധാരണക്കാരെ സംബന്ധിച്ചും പണമുണ്ട്. അതാണ് പണപ്പെരുപ്പം എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരുന്നത്. അപ്പോൾ RBI എന്താക്കും, RBIക്കാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കേണ്ട ചുമതലയുള്ളത്. RBI നമ്മുടെ CRRും അതുപോലെ തന്നെ SLRും ഒക്കെ കൂട്ടും. CRR എന്ന് പറയുന്നത് RBIയിൽ ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾ അവരുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ നിരക്കിനെയാണ് CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ഈ പറയുന്ന CRR ഒക്കെ RBI കൂട്ടും. ആ കൂട്ടുന്ന സമയത്ത് വാണിജ്യ ബാങ്കിന് സ്വാഭാവികമായിട്ടും പൈസ കുറയും, അവരുടെ കയ്യിൽ കരുതേണ്ട പൈസ കൂടുകയും ചെയ്യും, അവർക്ക് സാധാരണക്കാർക്ക് കൊടുക്കേണ്ട പൈസ കുറയുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് പണപ്പെരുപ്പ സമയത്ത് RBI പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി വെക്കുന്നത്. ആ ഒരു രീതിയിലാണ് RBI നിരക്കുകളിൽ മാറ്റം വരുത്തുമ്പോൾ പണത്തിൻ്റെ അളവ് കുറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാവുമ്പോഴും വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. അതായത് ബാങ്ക് റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താക്കാൻ പോവില്ല, ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ടി പോവില്ല, കാരണം ബാങ്ക് റേറ്റ് കൂടുതലാവുമ്പോൾ. അതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരിക്കുന്ന പണത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യും. പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിന് കൂടുതൽ പണം ചിലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കിവെക്കും. കാരണം ഉപഭോഗം വേണ്ടെന്ന് വയ്ക്കുന്നത് വഴി ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ്. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്നും റിസർവ് ബാങ്കിലേക്കും എത്തുന്നു. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ CRR, കരുതൽ ധന അനുപാതത്തിൽ വരുത്തുന്ന മാറ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിലും മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നുണ്ട്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവാണിത്. കരുതൽ ധനാനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതായത് RBI ഡിമാൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ കുറച്ച് CRR മാത്രം ഞങ്ങളുടെ ഇവിടെ ധനമായിട്ട് സൂക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സാധാരണ വാണിജ്യ ബാങ്കുകളെ സംബന്ധിച്ച് അവിടെ ഉണ്ടാകുന്ന പണത്തിൻ്റെ അളവ് കൂടും. ആ അളവ് കൂടുമ്പോൾ അവർക്ക് അത് കൂടുതൽ ജനങ്ങൾക്ക് വായ്പയായിട്ട് വരുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ കൊടുക്കാനും പറ്റും. അങ്ങനെയാണ് വായ്പ ലഭ്യത കൂടുന്നത്. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുന്നു. എന്നാൽ കരുതൽ ധനാനുപാതം വർദ്ധിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയുകയും, അതായത് നേരെ ഓപ്പോസിറ്റ്. CRR കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാണിജ്യ ബാങ്കിന് കൂടുതൽ പൈസ RBIയിൽ നിക്ഷേപിക്കേണ്ടി വരും. അപ്പം സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ അളവ് കുറയും. അങ്ങനെ അവരെന്താക്കും, അവരും
പലിശ നിരക്ക് കൂട്ടും. അപ്പോൾ ജനങ്ങൾ എന്താക്കും, പലിശ നിരക്ക് കൂടിക്കഴിയുമ്പം ആരും ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കാൻ വേണ്ടി നിൽക്കൂല അല്ലേ, കുറയാൻ വേണ്ടി കാത്തുക്കും. ആ ഒരു അവസ്ഥ. ഇനി അടുത്ത പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് വർത്തിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കുകളുടെ ബാങ്കായിട്ട് വർത്തിക്കുന്നു, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ടും RBI വർത്തിക്കുന്നു. ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനും ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതും ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പാക്കുന്നതിനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പണനയം, ധനനയം തുടങ്ങിയവയിൽ ഉപദേശം നൽകുന്നതും റിസർവ് ബാങ്കാണ്. അപ്പോൾ എന്താണ് ധനനയം, പണനയം നോക്കാം. ധനനയം എന്ന് പറയുന്നത് നികുതി ചുമത്തൽ, ഗവൺമെൻറ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. ഈ ധനനയം നടപ്പിലാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റാണ്. ഇനി പണനയം, പണത്തിൻ്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച നയമാണ് പണനയം. പണനയം നടപ്പിലാക്കുന്നത് RBIയുമാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ നാണ്യ ശേഖരം എന്നത് വിദേശ കറൻസികൾ, സ്വർണ്ണ ശേഖരം എന്നിവയെല്ലാം ചേർന്നതാണ്. ഇതിൻ്റെ എല്ലാം കാവൽക്കാരൻ RBI ആണ്. ഇനി അടുത്ത RBIയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരണം. ഇന്ത്യയിൽ ബാങ്കിംഗ് പ്രവണത, പണനയ റിപ്പോർട്ടുകൾ, ഉപഭോക്തൃ സർവേകൾ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ തുടങ്ങി വിവിധ റിപ്പോർട്ടുകൾ RBI വിവിധ കാലയളവിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരില്ലേ, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ടുകളൊക്കെ RBI പ്രസിദ്ധീകരിക്കുമെന്ന് ഉണ്ട് കേട്ടോ. പണനയ റിപ്പോർട്ട്, ഉപഭോക്തൃ സർവേകൾ, അതുപോലെ തന്നെ ഉപഭോക്തൃ സർവേ ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ശരിക്കും ചെയ്യുന്നുണ്ട്. RBI ബുള്ളറ്റിൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റുകൾ ഒക്കെ RBI പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തികൾ, സംഘടനകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിങ്ങനെയുള്ളവർക്കെല്ലാം പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകളെ പൊതുവെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ 2 ഗണത്തിൽപ്പെടുത്താം. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഓഹരി ഉടമകളാണ്. സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ്. കേരള ബാങ്ക് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ RBIയുടെ അനുമതി ഉള്ളതും 1934 RBI ആക്ട് 2ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ മേഖലാ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ, RRB അതാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ, വിദേശ ബാങ്ക് എന്നിവയെല്ലാം വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. ഇവിടെ വിദേശ ബാങ്ക് ഒന്ന് ഓർത്ത് വെക്കണേ, അത് ഡൗട്ട് അടിക്കും. അതുപോലെ പേയ്മെൻറ്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ അതെല്ലാം വാണിജ്യ ബാങ്കുകളാണ്. 1990 സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ആക്സിസ് ബാങ്ക്, മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. നമുക്കറിയില്ല 1991 സാമ്പത്തിക പരിഷ്കരണം ഒക്കെ വരുന്നത്. അതിനു മുമ്പ് വരെ നമ്മുടെ നോർമൽ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള ബാങ്കുകൾക്കായിരുന്നു മുൻഗണന ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള പ്രൈവറ്റ് ബാങ്കുകളൊന്നും അത്ര കണ്ട് ഫെമിലിയർ ആയിരുന്നില്ല എന്നല്ല, അത്ര തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഈ പുത്തൻ സാമ്പത്തിക നയത്തിനൊക്കെ ശേഷം നമുക്ക് ലോക ബാങ്കിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ നിരവധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഇത്തരം ബാങ്കുകൾക്കെല്ലാം അനുമതി കൊടുത്തിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ഈ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. സമ്പാദ്യങ്ങളുടെ സുരക്ഷിത ഇടമായി ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം വിവിധ ഇനം വായ്പകൾക്കായി സംരംഭകർക്ക് ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് കഴിയുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സമ്പാദ്യ നിക്ഷേപം, നമ്മുടെ സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുന്നതിനും കഴിയുന്ന രീതിയിലുള്ള നിക്ഷേപമാണിത്.
നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഇവിടെ എന്താണ്, റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ? പണം പിൻവലിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാമെന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശ നിരക്ക് ബാങ്കുകൾ നൽകാറുണ്ട്. ഇനി കറണ്ട് നിക്ഷേപം, ബിസിനസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് നിക്ഷേപം. ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല. ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല. ഈ അക്കൗണ്ടിൽ ഓവർഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർഡ്രാഫ്റ്റ്. അപ്പോൾ ഓവർഡ്രാഫ്റ്റ് എന്താണ്? കറണ്ട് അക്കൗണ്ട് എടുത്തവർക്ക് അവരുടെ അക്കൗണ്ടിലുള്ള പൈസയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന ഒരു അവസരം ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഓവർഡ്രാഫ്റ്റ്. ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം. പെട്ടെന്ന് തിരിച്ചടിക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണിത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകുന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുമ്പ് ഈ നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കുറയും. നിക്ഷേപങ്ങളുടെ പലിശ മുതലിനോടൊപ്പമോ നിക്ഷേപകർ നിശ്ചയിക്കുന്ന വിവിധ കാലയളവുകളിലോ പിൻവലിക്കാവുന്നതാണ്. ഇനി ആവർത്തിക നിക്ഷേപം, അതാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്. ഒരു പ്രത്യേക കാലയളവിൽ ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ. സമ്പാദ്യ നിക്ഷേപങ്ങളേക്കാൾ കൂടുതൽ പലിശ നിരക്ക് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പാദ്യ നിക്ഷേപമുണ്ട്, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എന്തല്ല, സ്ഥിര നിക്ഷേപത്തിനേക്കാൾ കൂടുതലല്ല ഇതിന് കിട്ടുന്ന പലിശ നിരക്ക്. കാലാവധിയുടെ അവസാനം നിശ്ചിത തുക പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. അടുത്തത് വായ്പ നൽകൽ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിവിധ വായ്പകൾ നൽകുന്നത് വാണിജ്യ ബാങ്കുകളാണ്. സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ച് ബാക്കി സംരംഭകർക്ക് വായ്പയായി നൽകാറുണ്ട്. ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ വായ്പകൾ വാണിജ്യ ബാങ്കുകൾ പലിശ ഈടാക്കാറുമുണ്ട്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടിയ നിരക്കിലുള്ള പലിശയായിരിക്കും വായ്പ എടുക്കുന്നവരിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ വായ്പ എടുക്കുമ്പോഴാണ് കൂടുതൽ പലിശ, നമ്മൾ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ നിരക്ക്. നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കുകളുടെ വരുമാനം. ഇത് എന്തറിയപ്പെടും? സ്പ്രെഡ് എന്ന് അറിയപ്പെടും. അപ്പോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കുകളുടെ നിക്ഷേപവും അതുപോലെ തന്നെ അവർ ജനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പയും തമ്മിലുള്ള വ്യത്യാസം, അതാണല്ലോ അവരുടെ വരുമാനം. ഇതിനെയാണെന്ന് പറയുന്നത് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബാങ്കുകൾ വിവിധ ഈടുകൾ സ്വീകരിച്ചാണ് വായ്പകൾ നൽകുന്നത്. സ്വർണം, സ്ഥലത്തിൻ്റെ രേഖകൾ, ശമ്പള സർട്ടിഫിക്കറ്റ് മുതലായവ ബാങ്കുകൾ ഈടായി സ്വീകരിക്കാറുണ്ട്. ഇനി ബാങ്കിൻ്റെ മറ്റ് ധർമ്മങ്ങളാണ്. പൊതുജനങ്ങൾക്കായി വാണിജ്യ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസ്, ലോക്കർ സൗകര്യം അതൊക്കെ നൽകുന്നുണ്ട്. മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഉപഭോക്താക്കൾക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ എന്നിവയിലൂടെ ലഭ്യമാകുന്നു. ബാങ്ക് ഇടപാടുകൾ ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ ബാങ്കിംഗ്. നിശ്ചിത സമയത്തും ദിവസങ്ങളിലും മാത്രം ലഭ്യമായിരുന്ന ബാങ്കിംഗ് സേവനങ്ങൾ വർഷത്തിൽ 365 ദിവസവും ലോകത്തിലെവിടെയും ലഭ്യമായത് സാങ്കേതികവിദ്യയുടെ ഇടപെടൽ കൊണ്ടാണ്. ഇടപാടുകളുടെ വേഗം വർദ്ധിക്കുന്നതിനും സാങ്കേതികവിദ്യ സഹായകരമാണ്. സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിംഗ് മേഖലയിലുണ്ടായ ചില പണമിടപാട് സംവിധാനങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വന്നിട്ട് നെഫ്റ്റ്. നെഫ്റ്റിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണിത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് IFSC ഉപയോഗപ്പെടുത്തിയാണ് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ IFSC ഉപയോഗിച്ച് ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് നെഫ്റ്റ്. ഇനി RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ RBI കൊണ്ടുവന്ന
സംവിധാനം. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ്? വലിയ തുകകൾ, അതിനാണ് എന്ത്? RTGS. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാനാവും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തത് കോർ ബാങ്കിങ്. ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണിത്. ഇടപാടുകൾ നടത്തുന്നതിന് അക്കൗണ്ടുകളുള്ള ബ്രാഞ്ചിൽ തന്നെ പോകണമെന്നില്ല. ഇത് ഇടപാടുകാർക്ക് ഏറെ സൗകര്യമാണ്. ആദ്യമൊന്നും ഇതില്ലായിരുന്നു അല്ലേ? നമ്മുടെ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് എടുത്തത് ആ ഒരു ബാങ്കിൽ തന്നെ പോകണമായിരുന്നു. പക്ഷേ കോർ ബാങ്കിങ് ഒക്കെ വന്ന ഒരു സമയത്ത് നമുക്ക് എന്തായി? ഇപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മുടെ ബാങ്കിങ് സേവനങ്ങളൊക്കെ ചെയ്യാം. അടുത്ത UPI, യൂണിവേഴ്സൽ പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണ് NPCI, വികസിപ്പിച്ച പണമിടപാട് സംവിധാനമാണ് UPI. ഇതുവഴി വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാകുന്നു. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു. ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഭീം, UPI, ആമസോൺ പേ എന്നിവ ചില UPI ആപ്ലിക്കേഷനുകളാണ്. സൈബർ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വ്യക്തിഗത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ഏറെ സഹായിക്കുമെങ്കിലും സുരക്ഷയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് പറയുന്നത്. ബാങ്ക് രംഗത്ത് പ്രവർത്തിക്കുന്നതും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ്. എന്താണ് പറഞ്ഞത്? ബാങ്ക് രംഗത്ത് പ്രവർത്തിക്കുന്നത്, പക്ഷേ ബാങ്ക് കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും കൊടുക്കുന്നില്ല, ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്നത്. ബാങ്കുകളെ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവില്ല. നമ്മുടെ സേവിങ്സ് ഒന്നും അവർ സ്വീകരിക്കില്ല. പക്ഷേ നമുക്കെന്താ? സേവിങ്സ് ഒന്നും സ്വീകരിക്കില്ല. അതുപോലെ തന്നെ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും കഴിയില്ല ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ KSFE ഒക്കെ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് SEBI, RBI, അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. RBI നിയന്ത്രിക്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ SEBI നിയന്ത്രിക്കും, IRDA നിയന്ത്രിക്കും, NHB നിയന്ത്രിക്കും. ഇൻഷുറൻസ് കമ്പനികൾ, ഉദാഹരണം LIC, GIC, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഉദാഹരണം UTI. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, അതായത് KSFE എന്നിവയെല്ലാം ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റണം. LIC ഉണ്ട്, GIC ഉണ്ട്, UTI ഉണ്ട്, KSFE, ഇതൊക്കെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്. ഇനി KSFEനെ കുറിച്ച് പറഞ്ഞത് നോക്കാം. കേരളത്തിലുള്ള ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് KSFE. കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി 1969 സ്ഥാപിതമായി. സ്വർണ്ണ പണയം, വ്യക്തിഗത വായ്പ, ബിസിനസ് വായ്പ, വാഹന വായ്പ, ഭവന വായ്പ, മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങി വിവിധ സേവനങ്ങൾ KSFE ശാഖകളിലൂടെ നൽകി വരുന്നു. വിവിധ ശാഖകളുടെ ശൃംഖല വഴിയും ഇടപാടുകാരുടെ ശക്തമായ പിന്തുണ കൊണ്ടും കേരളത്തിലെ KSFEയുടെ സാന്നിധ്യം ശക്തമാണ്. KSFE എന്നാ രൂപീകൃതമായത് എന്ന് ആലോചിച്ച് നോക്കണം. 1969. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്ഥാപനങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിനും സംരംഭകർക്ക് പണം ആവശ്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനവും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സായി വായ്പയെ കണക്കാക്കാം. ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ, അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നിങ്ങനെ തരംതിരിക്കാം. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ. സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനം. സംഘടിതമല്ലാത്തതപ്പോൾ എന്തായിരിക്കും? അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ. ഇവ രണ്ടിൻ്റെയും പരസ്പര സഹവർത്തിത്വവും പ്രവർത്തന വിജയവും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇനി ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ബാങ്കുണ്ട്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, സ്വാശ്രയ സംഘങ്ങളുണ്ട്, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്.
ഇനി അനൗപചാരികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാദേശിക പണമിടപാടുകൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ വായ്പ വാങ്ങുന്നതൊക്കെ അനൗപചാരികമാണ്. അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പൈസ വാങ്ങുന്നത് അനൗപചാരികമാണ്. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകി എന്നത് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം. അതാണ് CDR, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകി. ഈ നിക്ഷേപം തന്നെയാണല്ലോ അവരെടുത്തിട്ട് മറ്റു വായ്പ ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം നൽകി എന്നത് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം. അതിനാണ് CDR, ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് RBI ആണ്. ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ്. എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപ അനുപാതമോ അവർ സൂചിപ്പിക്കുന്നത് അവർ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് വായ്പയായിട്ട് കൊടുത്തതെന്നാണ്. പണത്തിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെ പ്രയോജനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് രാജ്യം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാർ, ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടവർ എന്നിവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സാമ്പത്തിക ഉൾച്ചേർക്കൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച എന്നിവ ത്വരിതപ്പെടുത്തുന്നത്. ഇതിനായി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബാങ്ക് ദേശസാൽക്കരണം. ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി 1969 14 ബാങ്കുകളും 1980 60 ബാങ്കുകളും. ഈ ആദ്യത്തെ ബാങ്ക് സാൽക്കരണമില്ലേ, അതായത് 1969 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം, അത് നടന്നിട്ടുള്ളത് 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 14 ബാങ്കുകൾ 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ഏതാണ് വർഷം? 1969. ഇതിന് മുൻപേ നമ്മൾ ഒരു ദേശസാൽക്കരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, RBIൻ്റെ ദേശസാൽക്കരണം. അത് 1949 ഇത് ബാങ്കുകളുടെ ദേശസാൽക്കരണം 1969 14 ബാങ്കുകൾ. അതിനുശേഷം 1980 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. അത് നടന്നിട്ടുള്ളത് സെക്കൻഡ് ബാങ്ക് ദേശസാൽക്കരണം 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ബാങ്ക് ദേശസാൽക്കരിക്കുന്നതിൻ്റെ? ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക, വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കുക, സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക. ഗ്രാമീണർ, സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടനയെ സജീവമാക്കാൻ സഹകരണ ബാങ്കുകൾ നിർണായക പങ്കുവഹിക്കുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തുക, സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക, കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ ചിലവിൽ വായ്പകൾ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങളാണ്. കേരള ബാങ്കിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ശ്രീമൂലം മഹാരാജാവിൻ്റെ 1914 തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെ 1915 തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്കായി രജിസ്റ്റർ ചെയ്തത് മുതലാണ്. 1916 ജനുവരി 18 ബാങ്കായി പ്രവർത്തിച്ചു തുടങ്ങി. 1966 ജൂലൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള 2ാം പട്ടികയിൽ ഉൾപ്പെട്ടു. 2019 കേരളത്തിലെ 13 സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറി. 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. കേരള ബാങ്ക് 823 ശാഖകളുമായി കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു. മികച്ച ബാങ്കിങ് സേവനങ്ങൾ, സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തൽ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധത, ഗ്രാമീണ വികസനം, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളാണ്. ബാങ്കിൻ്റെ ഓഹരിയിൽ 40% കേരള ഗവൺമെൻറ്റിനും 30% ജില്ലാ സഹകരണ ബാങ്കിനും 30% മറ്റുള്ളവർക്കുമാണ്. നിരവധി ബാങ്കിങ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ, മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും.
കേരളത്തിലുടനീളമുള്ള ATM സർവീസുകൾ, ആധുനിക ബാങ്കിംഗ് സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവവും മികച്ച കാര്യക്ഷമതയും ബാങ്ക് നൽകുന്നു. ഇനി അടുത്ത് നോക്കാനുള്ള മൈക്രോ ഫിനാൻസ് ആണ്. പരമ്പരാഗത ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശാക്തീകരിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുമ്പോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ്. 1893 ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ്, ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിൻ്റെ മികച്ച ഉദാഹരണമാണ്. അപ്പോൾ ആദ്യമായിട്ട് 1983 ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് ആണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. കേരള ബാങ്കിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിലാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടുംബശ്രീ മൈക്രോ ഫിനാൻസിന് എക്സാമ്പിളായിട്ട് കൊടുത്തതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളതിൽ ആൻസർ കുടുംബശ്രീ ആയിരുന്നു കൊടുത്തിരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരളത്തിൽ കുടുംബശ്രീ നടത്തിയ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ ആർജിച്ചിട്ടുണ്ട്. അയൽക്കൂട്ടം, സ്വയംസഹായ സംഘങ്ങൾ, അതാണ് NHGSഉം SHGSഉം എന്നിവർ വഴി ലഘുനിക്ഷേപം സ്വീകരിച്ചും ആവശ്യാനുസരണം വായ്പകൾ നൽകിയും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്. രാജ്യത്തെ എല്ലാവരെയും ബാങ്കിംഗ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 0 മിനിമം ബാലൻസ് അക്കൗണ്ട് ഇതിൻ്റെ സവിശേഷതയാണ്. താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ് ശീലം വളർത്തുക എന്നിവയും ഇത് ലക്ഷ്യം വയ്ക്കുന്നു. അടുത്ത കാലത്തായി സാമ്പത്തിക ഇടപാടുകൾക്കായി ഡിജിറ്റൽ കറൻസി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ഭൗതിക കറൻസികൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിനായി ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം, വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവയും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സക്രിയമാക്കുന്നതിൽ പണം പ്രധാന പങ്കുവഹിക്കുന്നു. പണം ഡിജിറ്റൽ രൂപത്തിൽ എത്തിയതോടുകൂടി ക്രയവിക്രയങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു. മാറുന്ന ലോകക്രമത്തിനനുസരിച്ചുള്ള കറൻസികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗത്തിനായി വിപണിയിൽ ചെലവഴിക്കപ്പെടുന്ന പണം നേരിട്ട് ഉൽപ്പാദകരിലും വിതരണക്കാരിലും എത്തുമ്പോൾ സമ്പാദ്യത്തിനായി മാറ്റിവെക്കപ്പെട്ട പണം വായ്പകളായി സംരംഭകരിലേക്ക് എത്തിക്കുന്നത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പണത്തിൻ്റെ കൈമാറ്റം പ്രോത്സാഹിപ്പിച്ച് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഗണ്യമായ പങ്കുവഹിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വ്യാപനവും ഉപയോഗവും പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ബാങ്കിംഗ് സൗകര്യം നിലവിലില്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവരെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ.